ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു പ്രോഡക്റ്റ് പരിചയപ്പെടുത്തുവാന്നേ. ഒരു ഓർഗാനിക് പ്രോഡക്റ്റാ. അത് കാല് വടിച്ച് കീറത്തില്ലേ, അതിനുള്ള ഒരു ക്രീമാണ്. നേര എന്ന് പറയുന്ന കമ്പനിയുടെ ക്രീമാണ് നമ്മൾ ഇന്ന് കാണുന്നത്. അതെങ്ങനെയാ ഉണ്ടാക്കുന്നതെന്നും അതിന്റെ ഇൻഗ്രീഡിയൻസ് എല്ലാം സുജ നമുക്ക് കാണിച്ചു തരും. ഇതിന്റെ കുറെ പ്രോഡക്ട്സ് ഉണ്ട്. അതിന്റെ എല്ലാം ഡീറ്റെയിൽസ് ലിങ്ക് ഞാൻ ഈ ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നുണ്ട്. ആർക്കെങ്കിലും ബുക്ക് ചെയ്ത് വേണമെങ്കിൽ അതിൽ ബുക്ക് ചെയ്ത് ഡയറക്റ്റ് മേടിക്കുക. അതെല്ലാം ഫോൺ നമ്പറും കൊടുക്കുന്നുണ്ട്. അപ്പം അത് വാങ്ങാൻ ഇഷ്ടമുള്ളവർക്ക് അതുവഴിയും വാങ്ങാം. അപ്പം നമുക്ക് വീഡിയോയിലിട്ട് പോവാം. ഇന്ന് നമ്മുടെ വെനേറയുടെ ഏറ്റവും മൂവിങ് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റാണ് ഞാൻ ഇവിടെ ചെയ്യാൻ പോകുന്നത്. ദാറ്റ് ഈസ് ഫുഡ് ക്രീം. ഈ ഫുഡ് ക്രീം നൈറ്റിലാണ് യൂസ് ചെയ്യേണ്ടത്. രാത്രിയിൽ കിടക്കുന്നതിന് മുന്നേ കാലിൽ, ഹീലിൽ, നന്നായി വിരലിൻ്റെ ഫിംഗേഴ്സിൻ്റെ ഒക്കെ സൈഡിൽ അവിടെയൊക്കെ നമുക്ക് ഫിംഗറിൻ്റെ മേലെ, തം ഫിംഗറിൻ്റെ ഒക്കെ മേലെ നമുക്ക് ഹീൽ ക്രാക്ക് ഉണ്ടാവും. ആ ക്രാക്ക് വരാതിരിക്കാനും അതിനെ അവിടുത്തെ തിക്കായിട്ടുള്ള സ്കിന്നിനെ കുറച്ച് സ്മൂത്തൻ ചെയ്യാനും വേണ്ടി ഉപയോഗിക്കുന്ന ക്രീമാണിത്. ക്രാക്കിന് സ്ഥിരമായിട്ട് യൂസ് ചെയ്ത ക്രാക്കൊക്കെ നല്ലതായിട്ട് കുറയും. 3 days to 1 week ആണ് ഞാൻ പറയുന്ന ഇതിൻ്റെ ഹീലിംഗ് ടൈം. ഇതിൻ്റെ നമ്മുടെ ഒരു ഡിഫറൻസ് കാണാൻ പറ്റുന്ന സമയം. സ്ഥിരമായിട്ട് യൂസ് ചെയ്യുക. ഇത് നല്ലൊരു ക്രീമാണ്. ഇത് ഞാൻ എങ്ങനെ ചെയ്യുന്നത്, അതിൻ്റെ പാക്കിങ്, അതിൻ്റെ മെത്തേഡ് ഓഫ് മേക്കിംഗ് ഒക്കെ കാണാം. ഇനി നമ്മുടെ പ്രോഡക്റ്റ് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഇവിടെ ഞാനിപ്പം കൊക്കും ബട്ടർ, ഷിയ ബട്ടർ, എനിക്കിപ്പോൾ കുറച്ച് ക്വാണ്ടിറ്റിയിലുള്ള ആവശ്യമുള്ളൂ. ഞാനിപ്പോൾ അത്രേ ഉണ്ടാക്കുന്നുള്ളൂ. സോ അതെടുത്ത് വെച്ചിട്ടുണ്ട്. എൻ്റെ പ്രോഡക്റ്റ്സ് എല്ലാം ഹോം മെയ്ഡ് പ്രോഡക്റ്റ്സ് ആണ്. ഞാൻ വീട്ടിൽ തന്നെ ചെയ്യുന്നതാണ്. ഐ ഹാവ് ഡൺ എ ഡിപ്ലോമ ഇൻ കോസ്മെറ്റിക് ഫോർമുലേഷൻ. അതുകൊണ്ട് ഞാൻ അങ്ങനെ വീട്ടിൽ തന്നെ ഇതെല്ലാം റെഡിയാക്കുന്നതാണ്. നമ്മുടെ വെബ്സൈറ്റൊക്കെ ഒന്ന് വിസിറ്റ് ചെയ്യുക. അപ്പോൾ അറിയാം അതിൻ്റെ ഡീറ്റെയിൽസിനെ കുറിച്ച്, നമ്മുടെ പ്രോഡക്ട്സിനെ കുറിച്ച്. ഇതിപ്പോൾ നമ്മൾക്ക് ഫുഡ് ക്രീമിനുള്ള ബട്ടേഴ്സ്, കുക്കും ബട്ടർ, ഷിയ ബട്ടർ എടുത്തു വെച്ചിരിക്കും. ഇതിൻ്റെ കൂടെ വി ഹാവ് ആൽമണ്ട് ഓയിൽ. നമ്മൾ ആൽമണ്ട് ഓയിൽ ചേർക്കുന്നുണ്ട്. സോ അതെടുത്ത് വെച്ചിട്ടുണ്ട്. ദെൻ ഇതെല്ലാം കൂടെ നമുക്ക് മിക്സ് ചെയ്ത് ഇതിൻ്റെ ഒരു ചെയ്യണം. ആ ഹീറ്റിംഗ് പ്രോസസ്സൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ വീണ്ടും നിങ്ങളെ കാണിച്ചു തരാം. അതേപോലെ നമ്മുടെ അടുത്ത ഇൻഗ്രീഡിയൻ്റ് എന്ന് പറഞ്ഞാൽ ഓറഞ്ചാണ്. എല്ലാവർക്കും അറിയാം ഓറഞ്ച് ഇസ് റിച്ച് ഇൻ വൈറ്റമിൻ സി. അതുകൊണ്ട് അത് സ്കിന്നിന് നല്ലതാണെന്ന്. അതേപോലെ തന്നെ ഓറഞ്ചിന് മറ്റൊരു പ്രോപ്പർട്ടിയാണ് ആൻറ്റി ഇൻഫ്ലമേറ്ററി. ആ പ്രോപ്പർട്ടി കാരണം നമ്മുടെ ഹീലിലുണ്ടാവുന്ന ക്രാക്കൊക്കെ ഹീൽ ചെയ്യാൻ ഇത് നല്ല ഹെൽപ്ഫുള്ളാണ്. സോ നമ്മളുടെ ഫുഡ് ക്രീമിൽ നമ്മൾ ഓറഞ്ച് ഹൈഡ്രോസോൾ നന്നായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. സോ അതിനാലാണ് ഞാൻ പറയുന്നത് നമ്മുടെ ഫുഡ് ക്രീമിൻ്റെ ഹീലിംഗ് പീരീഡ് ഭയങ്കര കുറവാണ്. ബിക്കോസ് വി ഹാവ് കുക്കും ബട്ടർ, ഷിയ ബട്ടർ ആൻഡ് ഓറഞ്ച് ഹൈഡ്രോസോൾ. ഇതുകൊണ്ട് നമുക്ക് നല്ലൊരു സ്മൂത്തിങ് ഇഫക്റ്റ് ക്രാക്സിൽ കൊടുക്കാൻ പറ്റും. രാത്രി കിടക്കുന്നതിന് മുന്നേ നല്ലതായിട്ട് തേച്ചിട്ട് കിടക്കുക. ഡെയിലി യൂസ് ചെയ്യുക. അതിൻ്റെ ഇറ്റ് ഈസ് വെരി ബെനിഫിഷ്യൽ. നമ്മുടെ ഇവിടെ ബട്ടേഴ്സിൻ്റെ എല്ലാം ഹീറ്റിംഗ് ഫേസ് നടന്നുകൊണ്ടിരിക്കുക. ഇപ്പം ഞാൻ ഓറഞ്ചിൻ്റെ ഇത് ഒഴിച്ചു കൊടുക്കുകയാണ് അതിലേക്ക്. ഇത് കളർ ചേഞ്ചസ്. ഇതാണ് ഇതിൻ്റെ. നമ്മളിനി ഇത് മിക്സ് ചെയ്ത് ഇതിന് ബാക്കി നന്നായിട്ട് ഹീറ്റ് ചെയ്യാൻ വെക്കണം. ഇത് അടച്ചു വെക്കണം. നമ്മളിപ്പോൾ ഓറഞ്ച് ചെയ്ത് അതുകൊണ്ട് അടച്ചു വെക്കണം. ഇപ്പം നമുക്ക് നമ്മുടെ ഫുഡ് ക്രീമിൻ്റെ ബേസ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് കൂൾ ചെയ്ത ശേഷം ഇതിൻ്റെ ബാക്കിയുള്ള പ്രോസസ്സൊക്കെ കാണാം. ഇതാണ് നമ്മുടെ ഫുഡ് ക്രീം അല്ലെങ്കിൽ ഫുഡ് ബട്ടർ. ഇത് തിക്കായിട്ടുള്ളതാണ്. നമ്മൾ ഫുഡിൽ നല്ലതായിട്ട് രാത്രിയിൽ തേച്ച് വെക്കുക. അതിനുശേഷം രാവിലെ ഇരിക്കുമ്പോഴത്തേക്ക് യു വിൽ ഫീൽ ആ ബട്ടർ സ്മൂത്ത്ലി ഫീൽ ഉണ്ടാവും. അങ്ങനെ ഇത് ഗ്രാജുവലി യൂസ് ചെയ്ത് നമ്മുടെ ക്രാക്ക്, ഹീലിൻ്റെ ക്രാക്ക്, ഹീലിൻ്റെ ഹാർഡ്നെസ് എല്ലാമേ കുറവായിട്ട് തരും. ഇറ്റ്സ് ആൻ ഇഫക്റ്റീവ് ക്രീം. എല്ലാവരും ട്രൈ ചെയ്യണം. സോ നമ്മുടെ ഫുഡ് ബട്ടർ അല്ലെങ്കിൽ ഫുഡ് ക്രീം റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമ്മൾക്ക് ബോട്ടിലിൽ ഫില്ല് ചെയ്യണം. സോ നമ്മൾ യൂഷ്വലി നമ്മളുടെ പാക്കിങ് ഇങ്ങനെയാണ് വരുന്നത്. ഇങ്ങനെയാണ് ബോട്ടിൽ വരുന്നത്. ബോട്ടിലാണ് നമ്മൾ ആവശ്യാനുസരണം അയച്ചു കൊടുക്കുന്നത്. ഓർഡേഴ്സ് അനുസരിച്ചാണ് അയച്ചു കൊടുക്കുന്നത്. ബൾക്കായിട്ട് ഉണ്ടാക്കി വെക്കാറുമില്ല. മേ ബി ഒരു 1 kg ഒക്കെ ഉണ്ടാക്കും. അങ്ങനെ അതിന് ഓർഡർ വരുവാണെങ്കിൽ അയച്ചു കൊടുക്കും. അങ്ങനെയാണ് ചെയ്യുന്നത്. ഇത്
ഈ ബോട്ടിൽസ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇത് നമ്മൾ ഐസോപ്രോപ്പൈൽ ആൽക്കഹോൾ, റബ്ബിംഗ് ആൽക്കഹോളാണിത്. ഇതുകൊണ്ട് ക്ലീൻ ചെയ്യണം. അല്ലെങ്കിൽ ഇതിനകത്ത് ഇത് ഇങ്ങനെ നമ്മൾ വാങ്ങിച്ചു വെച്ചിരിക്കുന്നതല്ലേ, ഇതിനകത്ത് ബൾക്കായിട്ട് വാങ്ങിക്കുമ്പോൾ എത്രയും നാൾ ഇങ്ങനെ വെച്ചേക്കുമ്പോൾ അതിനകത്ത് എന്തെങ്കിലും ജേംസോ ഈർപ്പമോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വന്ന് ക്രീം കേടാവാതിരിക്കാനും സേഫ്റ്റിക്ക് വേണ്ടി നമ്മളിത് ഐസോപ്രോപ്പൈൽ ആൽക്കഹോൾ ഒഴിച്ചൊന്ന് തുടയ്ക്കാം. തുടച്ചിട്ട് കുറച്ച് നേരം വെയിറ്റ് ചെയ്യുമ്പോൾ തന്നെ അത് ഇവാപ്പറേറ്റ് ആയി പൊയ്ക്കോളും. നമ്മൾ സാനിറ്റൈസറൊക്കെ യൂസ് ചെയ്യുന്ന അതേ പർപ്പസ്, അതേ പോയിന്റ്. ഞാനിപ്പോൾ ഇത് തുടയ്ക്കുകയാണ് കാണിക്കാൻ വേണ്ടി. തുടച്ചിട്ട് ഇതിനകത്ത് നമ്മൾ നമ്മുടെ വെയിങ് മെഷീനിൽ ബോട്ടിൽ വെക്കും. യൂഷ്വലി മെഷീൻ കൊണ്ടൊക്കെ ഫില്ല് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും. ഞാൻ ഇങ്ങനെയാണ് ചെയ്യുന്നത്. ബിക്കോസ് നമ്മുടെ പ്രോഡക്റ്റ് ബൾക്ക് അല്ലല്ലോ, കുറേ അല്ലല്ലോ, ബിഗ് ക്വാണ്ടിറ്റി അല്ലല്ലോ, എല്ലാം അത്യാവശ്യം നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്നതുകൊണ്ട് അങ്ങനത്തെ 1 kg ഒക്കെ പ്രോഡക്ട്സാണ് ഓരോ തവണ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ ആണ് ഫില്ല് ചെയ്യുന്നത്. നമ്മുടെ വെനേറയുടെ ഫുഡ് ക്രീം ഇതാണ്. ഇതിന്റെ പ്രൊഡക്ഷൻ നിങ്ങൾ കണ്ടല്ലോ. ഇതിൽ യൂസ് ചെയ്തിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് ബെനിഫിറ്റ്സ് എല്ലാം ഞാൻ പറഞ്ഞു. സോ എല്ലാവരും ട്രൈ ചെയ്യാൻ നോക്കുക. ഇതൊരു നല്ല പ്രൊഡക്റ്റ് ആണെന്നാണ് എനിക്ക് കിട്ടിയ ഫീഡ്ബാക്ക്. വീട്ടിലെല്ലാവരുടെയും കാലിലൊക്കെ വിണ്ട് കയറിയ ആൾക്കാർ, അമ്മ ഉണ്ടാവും, അല്ലെങ്കിൽ ആരെങ്കിലും അവർക്കൊക്കെ വാങ്ങിച്ചു കൊടുക്കുകയോ അവരോട് വാങ്ങിക്കാൻ പറയുകയോ ഒക്കെ ചെയ്യുക. ട്രൈ ചെയ്ത് നോക്കുക. എന്നപ്പോൾ നിങ്ങൾക്ക് അതിന്റെ ബെനിഫിറ്റ് അറിയാൻ പറ്റുള്ളൂ. പിന്നെ നമുക്ക് വേറെ പ്രോഡക്ട്സ് ഉണ്ട്. ബോഡി ബട്ടർ ഉണ്ട്, റോസ് ബോഡി ബട്ടർ, സോപ്സ് ഉണ്ട്, നാച്ചുറൽ സോപ്സ് ഉണ്ടാക്കുന്നുണ്ട്, പിന്നെ കാജൽ സ്റ്റിക്സ് ഉണ്ടാക്കുന്നുണ്ട്. അങ്ങനെ ബോഡി ബട്ടർ ഇതുപോലെ തന്നെ ഒരു വലിയ ഇതിൽ ആൾക്കാർ വാങ്ങിക്കുന്ന സാധനമാണ്. കുളിച്ചു കഴിഞ്ഞു ബോഡി ബട്ടർ എന്ന് പറഞ്ഞാൽ നമ്മൾ കുളിച്ചു കഴിഞ്ഞു കേട്ടോ ഉടനെ തന്നെ തേക്കണം ഒരു ബട്ടർ, നമ്മുടെ സ്കിന്നിൽ മോയ്സ്ചർ റീറ്റെയിൻ ചെയ്യാൻ വേണ്ടി. സോ അങ്ങനെയുള്ള പ്രോഡക്ട്സ് ഒക്കെ നമുക്കുണ്ട്. ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ ഉപ്തൻ പൗഡറുണ്ട്, വിച്ച് ഇസ് വെരി നൈസ്. ഈ ചെറിയ പെൺകുട്ടികളൊക്കെ ചെറിയ കാലത്ത് അധികം കെമിക്കലുള്ള പ്രോഡക്ട്സ് യൂസ് ചെയ്യാതിരിക്കാൻ വേണ്ടി പേരൻസിന് വാങ്ങിച്ചു കൊടുക്കാവുന്ന ഒരു സാധനമാണ് ഉപ്തൻ പൗഡർ. അതുണ്ട് നമ്മുടെ കയ്യിൽ. ഈ വെബ്സൈറ്റിൽ ഇതിൻ്റെ എല്ലാം പ്രോഡക്ട്സിൻ്റെ എല്ലാ ഡീറ്റെയിൽസ് അവൈലബിൾ ആണ്. ചെക്ക് ചെയ്ത് നോക്കുക. താങ്ക് യു.